ഹായ് മക്കളെ, ഇന്ത്യയിലെ സൈക്കോളജി പഠിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. സൈക്കോളജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പൊതുവെ ആളുകൾക്കൊരു കൺഫ്യൂഷനാണ് സൈക്കോളജി എടുക്കണോ എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് +2 ഏത് സ്ട്രീം കഴിഞ്ഞ ആളുകൾക്കും പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികളിൽ സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയാറുണ്ട്. എങ്കിൽ പോലും സാധാരണഗതിയിൽ +2 ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ള ആളുകളും അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സയൻസ് സ്ട്രീമിലുള്ള ആളുകളും ചിലപ്പോൾ സൈക്കോളജി കോമ്പിനേഷനിൽ പഠിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട സംഗതി, ഇന്ത്യയിൽ തന്നെ വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇനി വലിയ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ. സൈക്കോളജി എവിടെയൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ വേണ്ടി സാധിക്കും, ഹോണേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി ആണല്ലോ. അപ്പം നിങ്ങൾ BA ആണോ സൈക്കോളജി ആണോ നല്ലത്, BSc സൈക്കോളജി ആണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം. അതിലൊന്നും നീ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. BA ആണെങ്കിലും BSc ആണെങ്കിലും ഒക്കെ സൈക്കോളജി ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സൈക്കോളജിയിൽ ഇനി ഒരുപാട് ചേഞ്ചസ് വരാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. പല രീതിയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഏതായിരുന്നാലും ഇപ്പോൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി ആണ്. അതിൽ എനി 1 ഫ്രം സെക്ഷൻ 1 ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ യോഗ്യത, എനി 3 ഫ്രം സെക്ഷൻ 2 എന്നാണ് പറയുന്നത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നോക്കുകയാണെങ്കിൽ അവിടെ BA ഓണേഴ്സ് സൈക്കോളജി ആണുള്ളത്. ജനറൽ ടെസ്റ്റ് ആണ് അതിന് എലിജിബിലിറ്റി ആയിട്ട് നിങ്ങൾ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലുള്ളത് BA ഓണേഴ്സ് സൈക്കോളജി, BSc ഓണേഴ്സ് സൈക്കോളജി ആണ്. അവിടെ നിങ്ങൾ സൈക്കോളജി ആണ് എന്ത് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ വരുന്നത് BSc സൈക്കോളജി ആണ്. അവിടെ ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ വരുന്നത് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് UG PG ഇൻ സൈക്കോളജി എന്നുള്ള കോഴ്സാണ്. അവിടെ നിങ്ങൾ എഴുതേണ്ടത് സൈക്കോളജിയും ജനറൽ ടെസ്റ്റുമാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സൈക്കോളജി ഉണ്ട്. അവിടെ നിങ്ങൾ സൈക്കോളജിയാണ് സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടി വരിക. മിസോറാം യൂണിവേഴ്സിറ്റിയിലും സൈക്കോളജി ഉണ്ട്. BA ഇൻ സൈക്കോളജി ആണുള്ളത്. അവിടെ ഇംഗ്ലീഷും സൈക്കോളജിയുമാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് ഇൻ സൈക്കോളജി ഉണ്ട്. അവിടെ സൈക്കോളജി ഒരു ജനറൽ ടെസ്റ്റ് ഓർ സോഷ്യോളജി എന്നുള്ള കോമ്പിനേഷനാണ് പറയുന്നത്. ഇനി മറ്റ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ് അരുണാചൽ പ്രദേശ്, അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ BA സൈക്കോളജി ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. അവിടെ ജനറൽ ടെസ്റ്റ് എനി 2 ഫ്രം ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്നുള്ളതാണ് അവിടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അവിടെ BA BSc സൈക്കോളജി ഉണ്ട്. ഇംഗ്ലീഷ് എനി 1 ഫ്രം ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ബയോളജി, കെമിസ്ട്രി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ്. ഇതിൽ എനി 1 എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത്. ഇനി സിക്കിം യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. BA BSc സൈക്കോളജി ആണുള്ളത്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെ ഹെൽത്ത് സൈക്കോളജി ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 ഇയർ അവർ സൈക്കോളജിയിലേക്ക് മാറിയിട്ടുണ്ട്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് സൈക്കോളജി എന്നുള്ള തന്നെയാണുള്ളത്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, ഡൽഹിയിൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് സൈക്കോളജി കാണാം. സെക്ഷൻ 1 എനി വൺ ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ്. എനി 3 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റും എന്നുള്ളത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഇനി പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നാൽ യനപ്പ യൂണിവേഴ്സിറ്റി കർണാടക, അവിടെ BA ഓണേഴ്സ് സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള കോഴ്സാണുള്ളത്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. അമിറ്റി യൂണിവേഴ്സിറ്റി കൊൽക്കത്തയെ നോക്കുകയാണെങ്കിൽ അമിറ്റി യൂണിവേഴ്സിറ്റി കൊൽക്കത്തയിൽ നിങ്ങൾക്ക് BA അപ്ലൈഡ് സൈക്കോളജി, BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി കാണാം. ഇംഗ്ലീഷും സൈക്കോളജിയുമാണ് എഴുതേണ്ടത്. ഇനി അമിറ്റി യൂണിവേഴ്സിറ്റി തന്നെ നോയിഡ ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ്, BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി, BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി 3 continent, BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി ഇന്റർനാഷണൽ, BA ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി, BA ഓണേഴ്സ് വിത്ത് റിസർച്ച്, ക്ലിനിക്കൽ സൈക്കോളജി, ഇന്റഗ്രേറ്റഡ് BA MA ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. സൈക്കോളജിയും സോഷ്യോളജിയുമാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി അമിറ്റി യൂണിവേഴ്സിറ്റി പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻ കാണാം. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് അവിടെ പറയുന്നത്. മറ്റൊരു യൂണിവേഴ്സിറ്റി IILM യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രേറ്റർ നോയിഡയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ BSc ഓണേഴ്സ് സൈക്കോളജി, BSc 3 ഇയർ സൈക്കോളജി, 4 ഇയർ സൈക്കോളജി, BA ഓണേഴ്സ് സൈക്കോളജി, BA 3 ഇയർ, രണ്ടും BA BSc 3 ഇയർ 4 ഇയർ കോഴ്സുകളുണ്ട്. സൈക്കോളജി ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടതായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി IIM യൂണിവേഴ്സിറ്റി ഗുരുഗ്രാമിൽ നോക്കുകയാണെങ്കിൽ അവിടെ BA ഓണേഴ്സ് സൈക്കോളജി 4 ഇയർ കോഴ്സ് ഉണ്ട്. BSc ഓണേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള കോഴ്സുണ്ട്. ഇതൊക്കെ വളരെ അപൂർവമാണ് ക്ലിനിക്കൽ സൈക്കോളജി BScയിൽ സ്പെഷ്യലൈസ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. LPU ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് മറ്റൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് BA ഓണേഴ്സ് സൈക്കോളജി ഉണ്ട്. ഇംഗ്ലീഷും
അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സൈക്കിൾ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജോഗ്രഫി, സൈക്കോളജി, ഇനി 1 എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത് LPU എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈക്കോളജി ആസ് ആൻ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സൈക്കോളജിയിൽ ഒരു വലിയ പ്രൊഫഷൻ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ സൈക്കോളജി ചൂസ് ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.